കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് മകൻ പൂജ ചെയ്തു. RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമ്മയുടെ മൃതദേഹമാണ് മകൻ 4 ദിവസത്തോളം പൂജിച്ചത്. മകന് മാനസിക വെല്ലുവിളി ഉള്ളതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയും വിവരവുമാണ്. കാരണം ഈ അമ്മ മരിച്ചതിന് ശേഷം 4 ദിവസം വെച്ച് പൂജിച്ചു. അത് മറ്റാരും അറിഞ്ഞില്ലേ? എന്താണ് സംഭവിച്ചത്? ഹർഷൻ, ഈ RPL എസ്റ്റേറ്റിലെ ഈ വീട്ടിൽ ഈ മകനും ചിന്നത്താമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് 90 വയസ്സ് പ്രായമുണ്ട്. പുറത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ആളുകൾ വന്നാൽ പോലും ആ വീട്ടിനുള്ളിലേക്ക് കയറ്റി വിടില്ല. ഒന്നിലധികം പ്രാവശ്യം പഞ്ചായത്തിൽ നിന്നും അടക്കം ആളുകൾ വന്നു. അപ്പോഴൊക്കെ അമ്മയെ തിരക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ വീട്ടിനുള്ളിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിന് ശേഷം ഈ വീട്ടിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വന്നതോടുകൂടിയാണ് ആ ലയങ്ങളിൽ താമസിക്കുന്ന ചില ആളുകൾ ഇത് പ്രദേശത്തെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ഇതിനുശേഷം വിവാഹം കഴിഞ്ഞു പോയ മകളെ അറിയിക്കുന്നു. മകൾ ആ വീട്ടിൽ വന്ന അമ്മ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് അമ്മ ഏതാണ്ട് 4 ദിവസത്തിലധികമായി മരിച്ചിട്ട് അവിടെ പൂജ ചെയ്തതുപോലെ പൂക്കളും മറ്റ് ഭസ്മവും ഒക്കെ ആ മുറിക്കുള്ളിൽ ഇട്ടിരിക്കുന്നു. അമ്മ മരിച്ചിട്ട് 4 ദിവസമായി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്തു. ഇതിനുശേഷം ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പരസ്പര വിരുദ്ധമായുള്ള കാര്യങ്ങളാണ് ഇയാൾ സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ പോലീസ് അത് ഒരു സ്ഥിരീകരണത്തെത്തി അയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട്, ചിലപ്പോഴൊക്കെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു, അതുകൊണ്ട് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 4 ദിവസം കൊണ്ട് ആ മൃതദേഹം ആ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് നാട്ടുകാരുടെ ഇടപെടലിൽ എസ്റ്റേറ്റിൽ ലയങ്ങളുടെ